ദിവ്യരക്ഷകന്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവദൂതന്മാരെക്കുറിച്ചും വിശുദ്ധ ഗബ്രിയേൽ മാലാഖയെക്കുറിച്ചുമാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ മാലാഖമാരെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. മാലാഖമാരെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അവ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ മാലാഖമാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 2, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാലാഖമാരാകേണ്ടതുമുണ്ട്. എന്താണ് ഒന്നാമത്തെ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ബൈബിളിൽ ദൈവം മനുഷ്യന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും മനുഷ്യരുടെ മുമ്പിൽ ദൈവിക ദൂതുകൾ എത്തിക്കുന്നതിനും മാലാഖമാരെ പറഞ്ഞു വിട്ടിരുന്നു. അത് ദൈവത്തിന് പകരമായിട്ടായിരുന്നു. ഇങ്ങനെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും ദൈവദൂതുമായി, പ്രശ്നങ്ങൾക്കുത്തരമായും ദൈവം മനുഷ്യരെ തക്ക സമയത്ത് പറഞ്ഞുവിടാറുണ്ട്. എന്നാൽ നമ്മുടെ കുഴപ്പം ഇവരെ ദൈവമയച്ച ദൂതരാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് ശ്രമിക്കുന്നുമില്ല. അവരെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ നേത്രങ്ങളുടെ ഉടമകളായി നമ്മൾ മാറണം. നമ്മൾ ആത്മീയ കാതുകളുടെ ഉടമകളായി മാറിയാലേ അവരുടെ സ്വരം ദൈവസ്വരമായി നമുക്ക് കേൾക്കാനും സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ആശയം പറയട്ടെ. നമ്മൾ ദൈവദൂതരാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെയാണ് ലോകം നോക്കിയിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നവരും ദൈവത്തിൻ്റെ ഗബ്രിയേലായി ജീവിക്കുന്നവരും ഇന്നിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു. ഇന്ന് വാർത്തകൾ വളച്ചൊടിക്കുന്നവരും വാർത്തകളെ വികലമാക്കുന്നവരും അപൂർണ വാർത്തകൾ പറഞ്ഞു നടക്കുന്നവരും ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുന്നവരും വാർത്തയ്ക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കുന്നവരും വാർത്ത കൊണ്ട് മനുഷ്യരെ കൊല്ലുന്നവരും കൂടിക്കൂടി വരികയാണ്. അവിടെ ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയാനോ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയാനും മനുഷ്യൻ മാലാഖയാകുന്നില്ല എന്നതാണ് ഇന്നത്തെ ദുഃഖം. ഈ ലോകത്തിൽ ദിവ്യരക്ഷയ്ക്കായി പിറക്കുന്ന ഉണ്ണിമാരെ കുറിച്ച് പറയാൻ ആളില്ല. ഉണ്ണികളെ കൊല്ലുന്ന ഹെറോദേസുമാരെ കുറിച്ച് പറയുവാൻ ഒത്തിരി പേരാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആരാകണം ഇവിടെ എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെ പ്രധാന വിഷയം. നമുക്കൊരു മനുഷ്യമാലാഖയാകാം, മാനുഷികതയുള്ള മാലാഖ. അതെ, ദൈവത്തിന് മാനുഷികതയുള്ള ദൈവം ആകാമെങ്കിൽ നമുക്ക് മാനുഷികതയുള്ള മാലാഖയെങ്കിലും ആയിക്കൂടെ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബ അംഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവ്വം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.